പിന്നുള്ളത് വ്യഭിചാരം വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്നതാണ്. വ്യഭിചാരം വ്യാപകമായതിൻ്റെ കാരണം ഇന്ന് അതിൻ്റെ ഒരു ഗൗരവം ഇങ്ങനെ കുറഞ്ഞു വരുന്നു. ഈ സഹവാസത്തിലെ സൂക്ഷ്മത കുറവ് അല്ലെങ്കിൽ ഹിജാബിൻ്റെ സൂക്ഷ്മത കുറവാണ് അതിൻ്റെ കാരണം എന്ന് പറയാം. ഹിജാബ് എന്ന് പറയുമ്പോൾ ഇന്ന് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കായി മാറിയിട്ടുണ്ട്. ഹിജാബ് കുറേ എണ്ണുണ്ട്. കണ്ണിൻ്റെ ഹിജാബുണ്ട്, അത് ആണിനും പെണ്ണിനും ഒരേമാതിരി തന്നെയാണ്. ഹിജാബിൽ ആകെ വ്യത്യാസമുള്ളത് ഒരു ഹിജാബ് മാത്രമേ ഉള്ളൂ. കണ്ണിൻ്റെ ഹിജാബുണ്ട്. പുരുഷൻ സ്ത്രീയെ നോക്കാൻ പാടില്ല, സ്ത്രീ പുരുഷനെ ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. പിന്നെ അതിന് വേറൊരു തലം കൂടിയുണ്ട്. നോട്ടമുണ്ട്, നോക്കലുണ്ട്, കാണിക്കലുണ്ട്. പുരുഷനെ സംബന്ധിച്ച് നോക്കാൻ ഇഷ്ടമാണെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ച് കാണിക്കാനാണ് ഇഷ്ടം ഉണ്ടാവുക. ആണുങ്ങൾക്ക് നോക്കാനാണ് ഇഷ്ടം, പെണ്ണുങ്ങൾക്ക് കാണിക്കാനാണ് ഇഷ്ടം. ആണുങ്ങൾ നോട്ടം കിട്ടണില്ലെങ്കിൽ തിരിഞ്ഞു നോക്കും, പെണ്ണുങ്ങൾ നോട്ടം കിട്ടണില്ലെങ്കിൽ പർദ്ദയാണെങ്കിലും ഒന്ന് ഷെയ്പ്പാക്കിയിട്ടൊക്കെ ഒന്ന് ലെവലാക്കും. അങ്ങനെയാണ് ഉണ്ടാവുക. ഇത് രണ്ടും നോട്ടത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് നോട്ടത്തിൻ്റെ ഹിജാബ് എന്നത് ആണിനും പെണ്ണിനും ഒരേമാതിരിയാണ്. പിന്നൊന്നുള്ളത് സംസാരത്തിൻ്റെ ഹിജാബാണ്. അതും ആണിനും പെണ്ണിനും ഒരേമാതിരി തന്നെയാണ്. നോക്കലും കാണലും രണ്ടാണ്, വ്യത്യാസമുണ്ട്. നോക്കണതിന് കുഴപ്പമാണ്, കാണുന്നതിന് കുഴപ്പമില്ല. തിങ്കളാഴ്ച ഓഫീസിൽ പോകാൻ വേണ്ടി 10 മണിക്ക് KSRTC ബസ്സിൽ കയറിയപ്പോൾ കണ്ടു, ഒരു കുഴപ്പമില്ല. ചൊവ്വാഴ്ച ഓഫീസിൽ പോകാൻ വേണ്ടി KSRTC ബസ് കയറിയപ്പോൾ പിന്നെയും കണ്ടു, ഒരു കുഴപ്പമില്ല. ബുധനാഴ്ച ഓഫീസിൽ പോകാൻ വേണ്ടി KSRTC ബസ് കയറിയപ്പോൾ പിന്നെയും കണ്ടു, ഒരു കുഴപ്പമില്ല. വ്യാഴാഴ്ച കാണാൻ വേണ്ടി KSRTC കയറി, അത് വേറെ സാധനമാണ്. അപ്പോൾ വേറെ സാധനമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ കാണുക എന്നുള്ളതും നോക്കുക എന്നുള്ളതും രണ്ടാണ്. കാണുന്നതല്ല പ്രശ്നം, നോക്കലാണ് പ്രശ്നം. അത് ആണിനും പെണ്ണിനും ഒരേമാതിരി തന്നെയാണ്. പിന്നൊന്നുള്ളത് സഹവാസത്തിൻ്റെ ഹിജാബാണ്. ആണിനും പെണ്ണിനും ഒരേമാതിരിയാണ്. ഒരാണും ഒരു പെണ്ണും ആരുമില്ലാത്ത സ്ഥലത്ത് തനിച്ചാകരുത് എന്ന് പറഞ്ഞുകൊടുത്ത് ആണിൻ്റെ ഹിജാബ് ഒരേമാതിരിയാണ്, പെണ്ണിൻ്റെതും ഒരേമാതിരിയാണ്. പിന്നെ ഇനി ഒരു ഹിജാബ് ഉള്ളത് ശരീരത്തിൻ്റെ ഹിജാബാണ്. അത് ആണിൻ്റെ ഹിജാബും പെണ്ണിൻ്റെ ഹിജാബും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ കാരണം ആണിൻ്റെ ശരീരവും പെണ്ണിൻ്റെ ശരീരവും ഒരേമാതിരി അല്ലാത്ത തന്നെയാണ്. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ ഒരു ഹിജാബ് ഉണ്ട്, അതിന് കൽബിൻ്റെ ഹിജാബ് എന്നാണ് പറയുക. അതും ആണും പെണ്ണിനും ഒരേമാതിരിയാണ്. ഇതൊന്നും നടക്കാത്തൊരു സമയത്ത് കൽബുകൊണ്ടുള്ളൊരു ഹിജാബുണ്ട്, അത് പുരുഷനെ സംബന്ധിച്ചും സ്ത്രീയെ സംബന്ധിച്ചും ഒരേമാതിരിയാണ്. അതുകൊണ്ട് ഈ ഹിജാബ് പാലിക്കാത്തതാണ് വ്യഭിചാരം വ്യാപകമായതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൂടെ ഒരുപാട് വിപത്തുകൾ വരാനുണ്ട്, കുടുംബ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. മനുഷ്യൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്ന് പറഞ്ഞത് ലൈംഗികതയുടെ വിജയമാണ്. ലൈംഗികത വിജയമില്ലാതെ പോകും നേത്ര വ്യഭിചാരിക്കുക എന്നാണ്. കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്ന ആൾക്ക് ലൈംഗിക ജീവിതം സംതൃപ്തമല്ലാതെയായി മാറും. അപ്പോൾ അത് കുടുംബജീവിതത്തിൻ്റെ പ്രശ്നമായി മാറും. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അതുമൂലം വരാനുണ്ട്. അതുകൊണ്ട് നിയന്ത്രിക്കേണ്ടതാണ് എന്നതാണ് പറയാനുള്ളൊരു കാര്യം. ഇന്ന് പ്രണയം വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. അടിസ്ഥാനപരമായി ഇസ്ലാം ദീൻ പ്രണയത്തിനെതിരൊന്നുമല്ല. നല്ലോണം പ്രണയിക്കണം എന്നുള്ള അഭിപ്രായമാണ് ഇസ്ലാമിനുള്ളത്. പ്രണയത്തിന് സ്വർഗ്ഗമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2 പുരുഷന്മാർ 2 സ്ത്രീകൾ അള്ളാൻ്റെ മാർഗത്തിൽ പ്രണയിച്ചാൽ അവർക്ക് അർശിൻ്റെ കൊട പിടിച്ചു കൊടുക്കുന്നൊക്കെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. പ്രണയിച്ചിട്ട് ഒരാൾ ഒരു ഉരുള ചോറെടുത്തിട്ട് ഇങ്ങനെ വായയിൽ വെച്ചു കൊടുത്താൽ അതിന് അള്ളാഹു തആല കൂലി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുള്ളത് കല്യാണത്തിൻ്റെ ശേഷമാണെന്ന് മാത്രം. നമ്മളിപ്പോൾ അവിടെ നിന്ന് വ്യത്യാസം വന്നത് എവിടെ വെച്ചാൽ, കല്യാണത്തിന് മുമ്പ് 2 ആൾക്കാർ തമ്മിൽ പ്രണയിച്ച് പിന്നെ ഓൻ്റെ മോന്തൊക്കെ ഒന്നാൻ കൊടുത്തു. എന്നാൽ മൂപ്പർ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കവിത എഴുതും. വേലിപ്പാടർപ്പിയിലെ മൈലാഞ്ചി കാട്ടിൽ നീ ആരാരുമില്ലാതാനിച്ചിരുന്ന് വേണ്ടാത്ത ഓരോരോ വേലകൾ കാണിച്ച് എൻ്റെ മനസ്സിൽ കടന്നു വന്ന്. ഇനി കല്യാണം കഴിഞ്ഞിട്ട് ആടി കിട്ടിയാൽ മഹല്ല മറ്റി ഉടനെ കത്തെഴുതും. സംഗതി രണ്ടും എഴുത്ത് തന്നെയാണ്, വ്യത്യാസം ഉണ്ടെന്നുണ്ട്. ഇസ്ലാം ദീൻ പ്രണയത്തിന് അനുകൂലമാണ്, പക്ഷെ കല്യാണത്തിന് ശേഷമാണ്, അതിൻ്റെ മുന്നല്ല എന്ന് മാത്രം. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഒന്നിങ്ങനെ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. ഏത് പ്രശ്നങ്ങൾ പഠിക്കുമ്പോഴും 3 കാര്യങ്ങൾ പഠിക്കണം. 1, എന്താണ് പ്രണയം? 2, എന്തിനാണ് പ്രണയം? 3, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് പ്രണയം?
പ്രണയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറുപടി ഒന്നും കിട്ടാത്തൊരു സാധനമാണ്. അതിങ്ങനെ നേടുമോ നഷ്ടപ്പെടുമോ എന്നതിൻ്റെ ഇടയിൽ മിക്സ് ചെയ്ത് വരുന്നൊരു ഫീലിങ്ങിനാണ് പ്രണയം എന്ന് പറയുന്നത്. കിട്ടോ പോകുമോ കിട്ടിയേക്കാറല്ലേ, അല്ല പോയാലോ, ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുന്നൊരു സാധനം, അതിൻ്റെ പേരാണ് ശരിക്കും ഈ പ്രണയം എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്തിനാണ് പ്രണയിക്കുന്നത് എന്നാണ്. എന്തിനാണ് പ്രണയിക്കണതെന്ന് മനസ്സിലാവണമെങ്കിൽ പെട്ടെന്ന് സമ്മതിക്കൂല. പക്ഷെ പ്രണയിക്കുന്നത് ശരീരത്തിന് വേണ്ടിയാണ്. ശരീരത്തിന് വേണ്ടിയാണ് പ്രണയിക്കുന്നത്. ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയെ കാണുന്നു, സംസാരിക്കുന്നു, അവളുടെ ശരീരമാണ് അവനെ ആകർഷിക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ഏതൊരു പെണ്ണാണെങ്കിലും ഒറ്റയടിക്ക് ശരീരം കൊടുക്കൂല. അപ്പോൾ ശരീരം കൊടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ മാനസികമായി അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ശരീരം കിട്ടാനാണ് പ്രണയിക്കുന്നത്. ഇത് വളരെ ആഴത്തിൽ പഠിച്ചാൽ മനസ്സിലാവും. ശരീരം കിട്ടുന്നത് വരെ അത് ഉയരത്തിലേക്ക് പോവുകയും ശരീരം കിട്ടിയാൽ താഴ്ചയിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ രണ്ടാമത് എന്തിനാണ് പ്രണയിക്കുന്നത്. മൂന്നാമത് പ്രണയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എന്താണ് വേണ്ടതെന്നാണ്. സോഴ്സ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രണയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള മാർഗം. ഏതാണ് പ്രണയത്തിലേക്കായിട്ടുള്ള സോഴ്സ്, അതിനെ നിർബന്ധമായും കട്ട് ചെയ്യണം. ആണിനും അങ്ങനെ തന്നെയാണ്, പെണ്ണിനും അങ്ങനെ തന്നെയാണ്. എൻ്റെ മനസ്സും എൻ്റെ ശരീരവും മറ്റൊരാൾക്ക് ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കൂല എന്ന ഒരു ആത്മധൈര്യവും ഒരു തീരുമാനവും എല്ലാവർക്കും ഉണ്ടായിരിക്കണം. സംഗതി SKSF അങ്ങനത്തേലൊന്നും പെടൂല. എന്നാലും നമ്മൾ പറയണമല്ലോ, സംഗതി പറയുമ്പോൾ മുഴുവൻ പറയണമല്ലോ എന്നുള്ള നിലയിൽ പറയാണ്. അമൃതോത്തരം കഷായത്തിന് തന്നെ പനി ബാധിച്ചാൽ പിന്നെ പനി ഉണ്ടാകുമ്പോൾ വേറെ എന്താ കൊടുക്കുക എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംഗതി നമ്മളതിലൊക്കെ വളരെ ഉഷാറുള്ള ആൾക്കാരാണ്. എന്നാലും എൻ്റെ മനസ്സ് ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കൂല എന്നൊരു തീരുമാനം, പ്രത്യേകിച്ച് ഭൗതിക കലാലയങ്ങളിൽ പഠിക്കുന്നവർ, ഇപ്പോൾ ഭൗതിക കലാലയം എന്നൊന്നും പറയാനില്ല, എല്ലാ കലാലയങ്ങളിലും പഠിക്കുന്ന ആൾക്കാർ ആ വിഷയത്തിലൊക്കെ ഒരു സൂക്ഷ്മത പാലിക്കണം എന്ന് സാന്ദ്രമായി പറയുന്നു. കുടുംബജീവിതം തുമ്പില്ലാതാവും. മാ നബത്ത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ എന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹറാമിൽ തുടങ്ങിയത് നരകവുമായാണ് കൂടുതൽ ബന്ധപ്പെടുക. മാ നബത്ത ഫിൽ ഹറാമി, ഹറാമിൽ ഉണ്ടായിത്തീരുന്നത് ഫഹുവ ഔലാ ബിന്നാർ, അത് നരകവുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെടുക എന്ന് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ പോയി പിന്നെ അവസാനം അങ്ങോട്ടാണ് എത്തുക. അതുകൊണ്ട് വേണ്ടാത്തതിന് നിൽക്കേണ്ട, ഒഴിവാകൽ വളരെ അത്യാവശ്യമാണ് എന്നതാണ് സാന്ദർഭികമായിട്ട് പറയാനുള്ളൊരു കാര്യം.